ഞാൻ പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്. അന്നേരം എൻ്റെ കൂടെ ഇറങ്ങി ഓടിയൊക്കെ നോക്കിക്കേ ആംബർ എവിടെ പോകുന്നതെന്നല്ലേ. എൻ്റെ ഏവറിക്കകത്തുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സും കൊക്കട്ടയിലും തമ്മിൽ മുടിഞ്ഞ അടിയാണ്. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ബ്രീഡിംഗ് ബോക്സുകൾ വാങ്ങിക്കാനാണ് പോകുന്നത്. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഈ കുറുക്കുവഴി കയറിപ്പോയത്. അപ്പോൾ അതാ കിടക്കുന്നു, റെയിൽവേ ക്രോസ് അടഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ അത് ഓപ്പണായി പതുക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴക്കാറും. സ്കൈ കണ്ടോ എന്ത് ഭംഗിയല്ലേ. അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തു. റോഡ് സൈഡ് ആയതുകൊണ്ട് ആംബറിനെ ഇറക്കുന്നില്ല. ആംബർ വണ്ടിക്കത്തിരിപ്പുണ്ട്. വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കട. ഹെന്നൂർ മെയിൻ റോഡാണ്. ഈ പുള്ളിയുടെ പേര് ലൊക്കേഷൻ എന്നാണ്. ഇവിടാണ് ഞാൻ എൻ്റെ എക്സ്ട്രാ വരുന്ന ലവ് ബേർഡ്സിനെയൊക്കെ സെല്ല് ചെയ്യുന്ന കടയാണിത്. അപ്പോൾ ബോക്സുകളൊക്കെ കാറിനകത്തിലൊക്കെ വെച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും തിരിച്ചു പോവാം. വീട്ടിലെത്തി ബോക്സ് താഴെ വെക്കേണ്ട താമസം. ഇത് എല്ലാവരും വന്ന് പരിശോധിച്ച് അവരുടെ അപ്രൂവൽ അറിയിക്കണമല്ലോ. അങ്ങനെ ചാരു എൻ്റെ മണ്ടലൊക്കെ കയറി നിന്ന് നോക്കുവാണ്. ഈ കിഴത്തക്കകത്തോടെ എങ്ങനെയല്ലോ അകത്ത് കയറി പറ്റിയാലേ പുറത്ത് കിടക്കാനായിട്ട് ഈസി ആയിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ എസ്കേപ്പ് ആർട്ടിസ്റ്റാണ് എൻ്റെ വീട്ടിലെ ഈ ചാർലി. അവനെ എപ്പോൾ കഥ തുറന്നാലും ഇടയിൽ കൂടെ ഞൊളഞ്ഞു പോകുന്ന ടീമാണവൻ. അപ്പം എന്നെക്കാട്ടിലും മുന്നേ എന്താണ്ട് പോയി കഥക് തുറന്ന് പിടിച്ച് നിൽക്കുന്ന പോലാണ് എൻ്റെ പട്ടിക്കുട്ടന്മാർ ഓടുന്നത്. ഏതായാലും ഇതെല്ലാം കൂടെ വലിച്ച് ഞാൻ കേജിനുള്ളിൽ വലിച്ച് കയറ്റി. ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കിയിരിക്കുന്ന താരമാണ് അതാണ്ട് എൻ്റെ തോളയിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോക്സൊക്കെയാണ്. അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ പെർച്ചിങ് സ്റ്റിക്കെല്ലാം. അതൊക്കെ നമുക്ക് ജസ്റ്റ് സ്ക്രൂ വെച്ച് തിരിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ ഈ ബോട്ടൊക്കെ അവിടെ ബോക്സുകളൊക്കെ വെച്ചിരുന്നതാണ്. അതൊക്കെ അവരുടെ താഴെ ഒരു ബ്രീഡിംഗ് കേജിലായിരുന്നു ഞാൻ ആദ്യം ഈ ആഫ്രിക്കൻ ലവ് ബേർഡിനെ ഇട്ട് വെച്ചിരുന്നത്. ഓരോ ദിവസവും രാവിലെ നോക്കുന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് അതിനകത്തോടെ ഞൊളഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുന്നത് കാണാം. പിന്നെ അവസാനം ഞാൻ എല്ലാത്തിനെയും ആപ്പിനകത്തൊന്ന് പുറത്തിറക്കി അഴിച്ചങ്ങ് വിട്ടു. അപ്പോൾ നോക്കിയപ്പം കോക്കറ്റെയിലിൻ്റെ ബോക്സിനകത്ത് കയറിയിരിക്കലാണ് അവരുടെ പണി. അതിനാണ് ഞാൻ വേറെ ബോക്സ് 4 വാങ്ങിച്ചത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇതാണ്ടിരിക്കുന്ന വഴക്കാളികളെല്ലാം.